ഒരു സന്തോഷം പറഞ്ഞാൽ തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പോടെ നാളെ സിനിമ തുടങ്ങിയാണ്. എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം സ്നേഹവും സന്തോഷം പ്രോത്സാഹനം ഞങ്ങളോടൊപ്പുണ്ടാവണം. നന്ദി. ലിസ്റ്റിന് മുതലാളി എന്ന് വിളിക്കുന്ന കാര്യം, ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റിൻ്റെ, എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6ാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ. താങ്ക് യു ലിസ്റ്റിൻ. അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല. കാര്യം അമല് വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പം ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അമൽ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസിക്കുന്നു. ഫ്രണ്ട്സിന്റെ 35ാമത്തെ പ്രൊഡക്ഷന്റെ ഒരു ഭാഗമായി കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ബീച്ചറിന്റെ കൂടെ കുറെ കാലത്തിന് ശേഷം ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത് സന്തോഷം. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാളായ ജോസഫ് വിജീഷ് ഒരുപാട് കാലമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കഥ ഒരു സിനിമയാവണമെന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. പിന്നെ തമ്പി ഒരു കൊല്ലത്തിൽ അടുത്തായി നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നാളെ ഈ സിനിമ തുടങ്ങുന്നതിൽ വളരെ സന്തോഷം. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിട്ടിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് അതിന്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു. കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ്. അപ്പൊ ആളുടെ ഒരു സന്തോഷം. ഞാനൊക്കെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു 2 ബസ് ആളൊക്കെ ഉണ്ടായിരുന്നു പൂജ കൂടാനായിട്ട്. അപ്പൊ അത്രയ്ക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. സോ അപ്പൊ ഒരു ഡയറക്ടർ പുതിയ തുടക്കമാണ്. അപ്പൊ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക. പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ 32, 36, 37 ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡി ചെയ്യാനായിട്ട് ബിജുചേട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിന്റെ ഓർഡർ തെറ്റിച്ചത്. പക്ഷെ കുറെ നാള് കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ. അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ച് പേരോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലിസിൻ ചേട്ടന്റെ കഴിഞ്ഞ പടത്തിൽ ഞാനുണ്ടായിരുന്നു. ആമിറിന്റെ പടം നേടി. പിന്നെ വേറൊരു പടത്തിൽ എന്നെ വിളിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് വേറൊരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പൊ ഇടയ്ക്ക് കാണുമ്പോൾ പറയാറുണ്ട് എനിക്ക് ഡേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. എന്തായാലും എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും എന്റെ വിശ്വാസം നേരുന്നു. ബീച്ചേനെ ഞാൻ പണ്ട് പ്രൊമോഷൻ സമയത്ത് ബീച്ചേനെ കണ്ടിട്ടുണ്ട്. പ്രൊമോഷൻ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ എന്തായാലും ഡയറക്ടർ തമ്പി ബ്രോയ്ക്കും എന്റെ ആശംസകൾ നേരുന്നു. ഫുൾ ടീമിന്റെ ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മാജിക് ഫിലിംസിന്റെ ബാനറിലുള്ള ഈ പടത്തില് ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ, ഇത്രയും നല്ലൊരു ടീം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഇപ്പൊ ലിസിൻ ചേട്ടനെ ആയാലും ബീച്ചേനെ ആണെങ്കിലും വിനീത് ചേട്ടനൊക്കെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റും സന്തോഷത്തിലാണ് ഞാൻ. തീർച്ചയായിട്ടും എനിക്കിത് വലിയൊരു ഭയങ്കര ഇവരെല്ലാരെക്കാളും ഭയങ്കര സന്തോഷം എനിക്കാണ് കൂടുതൽ ഉണ്ടാവുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ലിസിൻ ചേട്ടാ. ആൻഡ് അമൽ ചേട്ടൻ ആദ്യത്തെ സിനിമയാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് അമൽ ചേട്ടാ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങളുടെ ടൈറ്റിൽ ക്യാരക്ടർ പേര് അവറാച്ചൻ. ഇനി ഞാൻ ഗണപതിനെ കൂടെ ക്ഷണിക്കുവാണ്. ഇത് ജയ്മോൻ അവറാച്ചന്റെ മകനാണ്. ഒരു മകൻ കൂടെ ഉണ്ട്, ശ്രീനാഥ് ബാസി. പുള്ളി എന്തോ ഒരു ബിസി ആയിട്ട് ടൈറ്റിൽ ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ പുള്ളി വന്നില്ല. എനിവേ ടൈറ്റിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്.